നിന്റെ കയ്യിൽ ഒരു ഇടിവിട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. മേയർ ആര്യ രാജേന്ദ്രന് പാർട്ടിക്കകത്തുള്ള ശത്രുക്കൾ വർദ്ധിക്കുന്നു. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. പാർട്ടിക്കുള്ളിൽ വിയോജിപ്പുകൾ വർദ്ധിച്ചാൽ വേറെ വഴിയില്ല എങ്കിൽ മേയറെ മാറ്റിയേക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. രാജ്യത്ത് നിന്ന് തന്നെ അധികാരത്തിലേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ എന്ന് ഒരുപറ്റം സഖാക്കന്മാർ അഭിമാനത്തോടെ പറയുമ്പോൾ വേറെ ഒരുപറ്റം സഖാക്കന്മാരുടെ പരാതിയും പരിഭവവും ഇതേ കാരണം തന്നെയാണ്. മുതലാളിയുടെ കോട്ട ഇളകി തുടങ്ങിയെന്നാ തോന്നുന്നത്. പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. അനുഭവം കൊണ്ടും വയസ്സുകൊണ്ടും ആര്യയേക്കാൾ മുതിർന്ന നേതാക്കളായിട്ട് പോലും അവർക്കൊന്നും യാതൊരു വിലയും മേയർ നൽകുന്നില്ല എന്നും. കാരണം എന്താ? എനിക്കിത് ഇഷ്ടമില്ല. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. അത് അഹങ്കാരത്തിന്റെ ഉഗ്രരൂപിയായ ഒരു വ്യക്തിയായ രീതിയിലാണ് ആര്യ പ്രതികരിക്കുന്നത് എന്നതിനാലും CPM-നുള്ളിൽ തന്നെ ആര്യയോടുള്ള വിയോജിപ്പുകൾ നിരവധി പേർക്കുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത്രയും മനസ്സിൽ ദിവസം ലൈഫിലുണ്ടായിട്ടില്ല. ഇത് ഞാൻ വെറുതെ വിടില്ല. എടോ, അവന്റെ സ്വന്തം നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോ ഈ നാട്ടിലെ ആൾക്കാർ അവനെന്താ ചെയ്തു കൂടാത്തത്? ഏറെക്കുറെ അധികാരം കയ്യിൽ നിന്ന് പോകും എന്ന കാര്യത്തിൽ ഒരുമാതിരിപ്പെട്ട സഖാക്കന്മാർക്കുള്ളിൽ തന്നെ ഒരു ഉത്ബോധം വന്നിട്ടുള്ള സാഹചര്യം കൂടെ ആയിരിക്കുമ്പോൾ മേയറുടെ ഇത്തരം പ്രവർത്തികൾ പാർട്ടിക്കുള്ളിൽ വിയോജിപ്പുകൾ ശക്തമാക്കുകയാണ്. ഇനി മതി, നിനക്ക് കൈപ്പണം തരാതെ ഈ പെരുവണ്ണാപുരത്ത് ജീവിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിയെട്ടിച്ചില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. മേയർ ആര്യ രാജേന്ദ്രനെ മേയർ പദവിയിൽ നിന്ന് മാറ്റിയേക്കാനുള്ള സാധ്യത ഏറെ എന്നാണ് വിലയിരുത്തൽ. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. എന്തായാലും മേയറിന്റെ ചീട്ട് കീറാൻ മേയർ തന്നെ ഒരു വഴി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.